രാവിലത്തെ പരിപാടി എന്തുവാണെന്നറിയാമോ? അപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് എന്തുവാ ബഡ് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പം ഇതിന് മുമ്പ് ഞാൻ തന്നെ ഒരു പ്ലാവിന് പിന്നെ ഇത് അതിൻ്റെ ആ ഫസ്റ്റ് ലെയറിലെ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞ് ചെയ്തതിൻ്റെ ഫലമായി നിങ്ങളുടെയൊക്കെ അറിവിലേക്ക് ഞാനത് പറയാം. നമുക്ക് സ്ത്രീകൾക്ക് ഇത് ചെയ്യാം. അപ്പം ഇന്ന് രാവിലെ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ കൊച്ചു തൈമാവ് ഒരു മോതിര വളയം. മോതിരം എന്ന് പറയുമ്പോൾ ഇത്രയും 2 വിരലിൻ്റെ വീതിയിൽ തൊലി നല്ല കത്തിയായിരിക്കണം എടുക്കുന്നത്. തുരുമ്പുള്ളത് ഒന്നും എടുക്കരുത്. എടുത്തിട്ട് സംഗതി മോതിര വളയെന്ന് പറയുമ്പോൾ ഒരു അണിങ്ങനെ 2 വിരലിൻ്റെ വീതിയിൽ തൊലി എടുക്കാവും. മനസ്സിലായോ? 2 പിടി ഇങ്ങനെ അത്രയാകാവും. എന്നിട്ട് അതേപടി ഇങ്ങോട്ട് പോരുക. അങ്ങനെ ഇതാണ് മോതിര വളയം ചെയ്യുക എന്ന് പറയുന്നത്. തടിയെ കയറരുത്, ചുറ്റും അതിൻ്റെ ആ പുറമേ ഉള്ള ആ ലെയർ കട്ട് ചെയ്യുക. അത് കണക്ക് കൂട്ടിയാൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഭാഗത്ത് നമ്മൾ കറ്റാർ വാഴയുടെ ജെല്ല് നല്ലതുപോലെ അത് തേച്ച് കൊടുക്കുക. അത് തേച്ച് കൊടുക്കും. അപ്പോൾ നമ്മളിത് കറ്റാർ വാഴയുടെ ജെല്ല് നല്ലതുപോലെ തേച്ച് കൊടുത്തു. ഇനിയപ്പം വേണമെങ്കിൽ ഒരു പഴയ തുണി വെച്ചാൽ കെട്ടുക. ഇപ്പോൾ നല്ല ഉണക്ക സീസണല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു വേറെ ഐഡിയ ഉണ്ട്. നല്ല പച്ച ചാണകം കിട്ടുകയാണെങ്കിൽ നല്ലതുപോലെ ഇങ്ങനെ അങ്ങ് വെച്ച് പിടിപ്പിക്കണം. ഇത് പിടിപ്പിച്ചിട്ടൊരു ലെയർ പ്ലാസ്റ്റിക് കവറോ തുണിയോ വെച്ച് കെട്ടി അങ്ങ് വെച്ചിരുന്നാൽ മതി. ഒരു കുഴപ്പമില്ല. അപ്പം അതിന് ശേഷം ഇതിന് മുകളിലോട്ടുള്ളത് നല്ല പവറായിട്ട് വളർന്നു വരും. അത് പൂക്കുകയും ചെയ്യും. മനസ്സിലായോ? താഴോട്ടുള്ള മേളിലോട്ട് ഇവിടുന്ന് എന്നിട്ടിത് കായ്ച്ചോളൂ. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഈ വീഡിയോ. ഈ മാവുണ്ടല്ലോ, കഴിഞ്ഞ വർഷം മോതിരം വളയം വരച്ചതാണ്. പിന്നെ ഒട്ടുമേ കായ്ക്കാതെ ഇങ്ങനെ കിടന്ന മാവാണ്. ഇപ്പം ഞാൻ ഈ പ്രാവശ്യം ഇഷ്ടംപോലെ മാങ്ങ അതിൻ്റെ കൊല കുത്തിയുണ്ടായിട്ടുണ്ട്. 4 വശവും ഉണ്ട്. വീഡിയോ എടുക്കുമ്പം കിട്ടുമോയെന്നറിയില്ല. 4 വശവും പിടിച്ചിട്ടുണ്ട്. നല്ല മാങ്ങയാണ്. ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ആദ്യമായിട്ട് ഈ മാവേലാണ് നോക്കിയത്. എന്തായാലും നമുക്കത് പ്രയോജനമായി തീർന്നു. അപ്പം ഈ പ്രാവശ്യം ഞാൻ അടുത്തതിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കും. അപ്പം നിങ്ങളും ഇതുപോലെ വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. ആരെയും ബഡ് ചെയ്യുന്നവരെ ഒന്നും വിളിക്കണമെന്നില്ല. നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.